ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥർക്ക് ആകെ അപൂർവമായിട്ട് മാത്രമാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്ത് വരാൻ കഴിയുന്നത്. വളരെ അപൂർവം പേർക്ക്. ഡോക്ടർ ബീന മാഡത്തിനെ പോലുള്ള അവരായിരുന്നു, ഡോക്ടർ ബാബു പോൾ. അപ്പൊ അവർക്ക് മാത്രമാണ് പോർട്ട് എന്താണ്, കപ്പൽ എന്താണ്, മാരിടൈം ഇക്കോണമി എന്താണെന്ന് നേരിട്ട് പഠിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷത്തിനും കടലും മാരിടൈം എക്കോണമിയെക്കുറിച്ചും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജനറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിൽ ഒരു നെഗോസിയേഷൻ നടത്താൻ ഇന്നുവരെ കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നീക്കം നടന്നിട്ടില്ല. അതിന്റെ തുടർച്ചയായിട്ട് ഒരു പൊളിറ്റിക്കൽ നീക്കവും നടന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ഒരു ഗതികേട്. കേരളത്തിന് ഇത്രയും വലിയൊരു സാധ്യതയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ രാജ്യത്തിന് മുഴുവനുമായിട്ട് കൊടുക്കാൻ കഴിയുമ്പോൾ ആനുപാതികമായിട്ടുള്ള നിക്ഷേപം ഇവിടെ വരേണ്ടതാണ്. വന്നില്ലെങ്കിൽ വിലപേശി വാങ്ങേണ്ടതാണ്. ഇത് രണ്ടും നടന്നില്ല. അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. രണ്ടാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഇതിൽ നിന്ന് എത്ര വിഭിന്നമാണ് പിണറായി സർക്കാരിന്റെ കാലത്തെ ഈ വിഴിഞ്ഞം കരാർ എന്നതാണ്? അഥവാ അതതിന്റെ തുടർച്ച തന്നെയല്ലേ? കരാറിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. കരാറിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും പറ്റത്തുമില്ല. ഒരിക്കൽ കരാർ അത് കോടതിയിൽ പോവില്ലേ, ചലഞ്ച് ചെയ്യപ്പെടത്തില്ലേ? ആകെ ഉണ്ടായത് ആർബിട്രേഷനാണ്. ഈ കാലയളവിൽ ഉണ്ടായത് ഓഖി കാരണവും ഡൌട്ടേ കാരണവും പിന്നെ നമ്മുടെ പ്രളയം കാരണവും ഒക്കെ ഉണ്ടായ സമയം കോവിഡ് ഉൾപ്പെടെയുള്ള നഷ്ടങ്ങളിലൂടെ, പണി നടക്കാതെ പോയതിലൂടെ, അല്ലെങ്കിൽ പണിയിലുണ്ടായ തടസ്സം കാരണം നിശ്ചിത കാലയളവിനുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ നഷ്ടപരിഹാരം അദാനി ഗവൺമെന്റിലോട്ട് കൊടുക്കണമെന്നുള്ളൊരു വ്യവസ്ഥ അതിനകത്തുണ്ട്. അത് പ്രകാരം ക്ലെയിം വെച്ചപ്പോൾ തിരിച്ചവർ ഈ പറയുന്ന സ്വാഭാവികമായുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ കേസ് എടുത്തു വെച്ചുകൊണ്ട് തിരിച്ച് കൗണ്ടർ സംസ്ഥാന സർക്കാരിൽ ചാർജ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ ഒരു ആർബിട്രേഷന്റെ ഭാഗമായിട്ട് ഇപ്പോ ആ തുക കുറഞ്ഞു വന്നിരിക്കുകയാണ്. അല്ലാതെ കരാറിൽ ആസ് സച്ച് ഒരാൾക്കും മാറ്റം വരുത്താൻ പറ്റില്ല. അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട കരാറിൽ നിന്ന് വിഭിന്നമായ ഒരു കരാറല്ല ഇന്ന് മുന്നോട്ട് പോകും. അതുകൊണ്ട് അടുത്ത ഒരു UDF ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിലും മാറ്റം ഉണ്ടാവില്ല. ഇതേ തുടർച്ചയായിരിക്കും. ഞാൻ തർക്കിച്ച സമയം ചോദിക്കുന്നില്ല, എനിക്ക് തൊണ്ട വയ്യ. ശ്രീ എലിയാസ് ജോൺ, ഒരു കാര്യം കൂടി. ശ്രീ എലിയാസ് ജോൺ, അങ്ങ് വാധ്വാന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് റെഫർ ചെയ്തപ്പോൾ കണ്ടത് അത് കേന്ദ്ര സർക്കാരിന്റെ പോർട്ട് ആയിട്ടല്ല അതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ PPP ആണ്. അവിടെ എനിക്കൊന്നു ജവഹർലാൽ നെഹ്റു പോർട്ടോ മറ്റോ ആണ് അവിടെ 76% അതിന്റെ മുടക്കുന്നത്. കേന്ദ്ര സർക്കാരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 76% പൈസ മുടക്കുന്നത് JNPT ആണ്. അതെ, 76% പൈസ മുടക്കുന്നത് JNPT ആണ്. മറ്റൊരു സ്പെഷ്യൽ പർപ്പസ് വർക്കുകൾ രൂപീകരിച്ചിട്ടാണ് ബാക്കി വരുന്ന 24%. അതെ. അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്നത് JNPT പൈസ. ആരുടെ പൈസയാണ് JNPTയുടെ പൈസ? കേന്ദ്ര സർക്കാരിന്. ലാഭവിഹിതം മുഴുവൻ കൊടുക്കുന്നത് കേന്ദ്രത്തിനല്ലേ? റൈറ്റ്. Debate with Arun Kumar.